ഓക്കെ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ബ്ലോക്ക് 2-ലെ 5-ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറി. നമുക്കറിയാം, ഒരു പേഴ്സൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? അതായത് ടോട്ടൽ ഇൻകം ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ 5 സോഴ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതിൽ ഫസ്റ്റ് സോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ഫ്രം സാലറി, അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു അസസ്സിയുടെ ടോട്ടൽ ഇൻകത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് 5 ഹെഡുകളായിട്ടാണ് ഒരു അസസ്സിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡാണ് എന്ത്? ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻകം ഫ്രം സാലറി അല്ലേ? അതായത് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി അത് ടാക്സബിൾ ആണ് അല്ലേ? അപ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു അസസ്സിക്ക് സാലറി ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറിയിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ഒരു അസസ്സിക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിലെ ഒരു പാർട്ടാണ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? ആ സാലറിയെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുത്തുന്നത്? ഇൻകം ഫ്രം സാലറി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറിയെ ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് അറിയണം, ഈ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇൻകം ടാക്സ് ആക്റ്റിലുണ്ട്. അതായത് സാലറി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇൻകത്തിനെ നമ്മൾ സാലറി ആയിട്ട് കണക്കാക്കും? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സാലറി എന്ന് പറഞ്ഞാൽ എന്താ? മീനിങ് ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന, അയാൾ ചെയ്തിട്ടുള്ള സർവീസിന് പകരമായിട്ട് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണെന്ത്? സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ ഏതെങ്കിലും വേറെ എവിടുന്നെങ്കിലും അല്ലെങ്കിൽ വേറൊരു വ്യക്തി, ഒരു അസസ്സിക്ക് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യാണ്? ഒരു 50,000 രൂപ കൊടുക്കുകയാണ്. അത് അയാളുടെ എംപ്ലോയർ ഒന്നും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു പറയാൻ പറ്റില്ല? അത് ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറയാൻ പറ്റില്ല. സാലറി ആയിട്ട് ഒരാളുടെ ഇൻകത്തിനെ സാലറി ആയിട്ട് കണക്കാക്കണമെങ്കിൽ ആ ക്യാഷ് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കണം? എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇൻകത്തിനെ സാലറി ആയിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അസസ്സിക്ക് തൻ്റെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ആ ഒരു എംപ്ലോയി അയാളുടെ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് കിട്ടുന്ന എല്ലാം സാലറി ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തും. അപ്പം ഇവിടെ വേറൊരു ഡൗട്ട് വരും. ഈ സാലറി എന്ന് പറയുമ്പോൾ നോക്കൂ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ചിലപ്പോൾ സാലറി ആയിട്ട് ഒരു 50,000 രൂപ കൊടുക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അയാൾക്ക് അക്കോമഡേഷൻ ആയിട്ട് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പെർക്യുസൈറ്റുകളും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അലവൻസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പെൻഷൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, കമ്മീഷൻ, ബോണസ്, ഇതൊക്കെ എന്തായിരിക്കും? ഇയാൾക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ എന്തായിട്ട് നമ്മൾ അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തിയിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ സാലറീൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒരു എംപ്ലോയി അയാൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട്, അയാൾ ചെയ്ത വർക്കിന് പകരമായിട്ട് എംപ്ലോയർ കൊടുക്കുന്ന എല്ലാ റെമ്യൂണറേഷനും, അത് ക്യാഷ് ആയിക്കോട്ടെ കൈൻഡ് ആയിക്കോട്ടെ. കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കിട്ടുന്ന
നമ്മുടെ പെർക്യൂസൈഡ്സ് പോലെയുള്ള അല്ലേ ഫ്രീ അക്കോമഡേഷൻ, അതുപോലെ തന്നെ എന്താണ് ഫ്രീ ഫുഡ്, അങ്ങനെയൊക്കെയുള്ള പെർക്യൂസൈഡ്സുകളും ഫ്രീ ആയിട്ട് എന്താണ് കമ്പനി വക കാറൊക്കെ കൊടുക്കും അല്ലേ, അവരുടെ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർക്യൂസൈഡ്സ് അലവൻസുകളൊക്കെ ചിലപ്പോൾ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും ഇല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തണം? അണ്ടർ ദി ഹെഡ് ടാക്സബിൾ സാലറി അല്ലേ, അതായത് അണ്ടർ ദി ഹെഡ് സാലറിയുടെ അണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിനൊക്കെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിൽ നമ്മൾ ഒരു ഇൻകത്തിനെ ഉൾപ്പെടുത്തണമെങ്കിൽ എന്തു വേണം? അവിടെ എംപ്ലോയർ എംപ്ലോയി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അയാൾ ചെയ്ത സർവീസിന് പകരമായിട്ട് കിട്ടുന്ന ക്യാഷോ അല്ലെങ്കിൽ കൈൻഡോ ഇതൊക്കെയാണ് നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നത്? അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മീനിങ് ഓഫ് സാലറി എന്നുള്ള ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കി നോക്കാം നമ്മൾ. ദി ഇൻകം ടാക്സബിൾ അണ്ടർ ദി ഹെഡ് സാലറി ഇൻക്ലൂഡ്സ്. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അണ്ടർ ദി ഹെഡ് സാലറീസിൽ ഉൾപ്പെടുന്ന ഇൻകം നോക്കി നോക്കാം. നോക്കൂ, ഇവിടെ ഫസ്റ്റത്തേതാണ് എനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഇൻ ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട് അല്ലേ. എന്താ ഇവിടെ പറയുന്നത്? അതായത് എനി സാലറി ഡ്യൂ ഫ്രം, ഡ്യൂ ആയാൽ മതി, അതായത് പ്രീവിയസ് ഇയറിൽ ഒരു എംപ്ലോയിക്ക് അയാളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറുടെ കയ്യിൽ നിന്നോ, അതായത് മുന്നേ ഉള്ള എംപ്ലോയറുടെ കയ്യിൽ നിന്നോ പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആയിട്ടുള്ള സാലറി അത് നമ്മൾ എന്തായിട്ട് ടാക്സബിൾ സാലറി ആയിട്ട് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ ചിലപ്പോൾ ചില കേസുകളിൽ എംപ്ലോയീസിന് ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ 2014 to 2015 ആണെന്ന് വിചാരിച്ചോ, ആ വർഷത്തിലെ ചില മാസങ്ങളിലെ സാലറി ചിലപ്പോൾ ആ എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചോ. എന്നിരുന്നാലും ആ വർഷം അയാൾക്ക് കിട്ടുമല്ലോ എന്തായാലും. ഈ വർഷം കിട്ടിയില്ലെങ്കിലും അടുത്ത വർഷങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ കിട്ടുമല്ലോ. എന്നിരുന്നാലും അത് പക്ഷേ ഈ വർഷം കിട്ടേണ്ട സാലറി ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡ്യൂ ആയിട്ടുണ്ടോ എങ്കിൽ അത് പേ ചെയ്താലും ഇല്ലെങ്കിലും ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തി ആ സാലറിക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയിക്ക് ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സാലറി ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മുമ്പത്തെ എംപ്ലോയറുടെ കയ്യിൽ നിന്നോ ആ ഒരു വർഷം സാലറി ഡ്യൂ ആയാൽ, അപ്പം അത് പെയ്ഡ് ഓർ നോട്ട്, കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും എന്താകും? അത് സാലറി ആയിട്ട് കണക്കാക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം എംപ്ലോയർ നൽകുന്ന സാലറി ഡ്യൂ ആകുന്നതിന് മുന്നേ തന്നാലും എന്താണ്? അത് ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് എനി സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഇൻ ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എനി സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ആൻ എംപ്ലോയി ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ഓർ ആൻ ബിഹാഫ് ഓഫ് എനി എംപ്ലോയർ തോ നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കം ഡ്യൂ ടു ഹിം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? രണ്ടാമത്തെ പോയിന്റ്, ഇനിയിപ്പോൾ ഒരു എംപ്ലോയർ ആ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്തു, പക്ഷേ അത് ആ വർഷം കൊടുക്കേണ്ട സാലറി ആയിരുന്നില്ല, ഡ്യൂ ആകുന്നതിന് മുമ്പേ കൊടുത്തു അല്ലേ, അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുത്തു. അങ്ങനെയാണെങ്കിലും എന്താണ്? അതിന് ടാക്സ് കൊടുക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ സാലറി ഡ്യൂ ആവുന്നതിന് മുന്നേ തന്നെ എന്ത് കൊടുത്തു? സാലറി കൊടുത്തു അല്ലേ, അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുത്തു, പേ ചെയ്തു. അങ്ങനെയാണെങ്കിലും ആ ഒരു പ്രീവിയസ് ഇയറിൽ ആ കിട്ടിയ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള സാലറിൻ്റെ മുകളിൽ അസസ് എന്ത് ചെയ്യണം? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം.
ഓക്കെ, ദെൻ ഇനി മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? എനി അരിയർ ഓഫ് സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം ഇൻ പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ ഇഫ് നോട്ട് ചാർജ്ഡ് ടു ടാക്സ് ഫോർ എനി ഏർലിയർ പ്രീവിയസ് ഇയർ. അല്ലേ? അതായത് ഇപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഇനി അരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നേ നമുക്ക് കിട്ടാത്ത സാലറി ഉണ്ടാവും. അല്ലേ? ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഒരു 5-6 മാസത്തെ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റിലെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഡ്യൂ ആയാൽ മതി, കിട്ടിയിട്ടില്ലെങ്കിലും ആ സാലറി എന്താണ്, ആ ഒരു പ്രീവിയസ് ഇയറിൽ അതിന് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം, അതിൻ്റെ ഇൻകം ടാക്സ് അണ്ടർ ദി ഹെഡ് ടാക്സ് സാലറിയുടെ അണ്ടറിൽ കാണിച്ച് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ചിലപ്പോൾ ചില അരിയർ ഓഫ് സാലറി, അല്ലേ, അതായത് ഇങ്ങനെ കൊടുക്കാതെ വെച്ചിട്ടുള്ള ചില സാലറികൾ ഉണ്ടായിരിക്കും. അല്ലേ? അതിനെയാണ് അരിയർ ഓഫ് സാലറി എന്ന് പറയുന്നത്. ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാലറി അത് പക്ഷേ ആ എനി ഏർലിയർ പ്രീവിയസ് ഇയറിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ടാക്സ് ആ ഒരു അരിയർ ഓഫ് സാലറിക്ക് ടാക്സ് കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ കേസിൽ പറഞ്ഞു ഡ്യൂ ആയാൽ മതി, അത് കിട്ടിയാലും ഇല്ലെങ്കിലും എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. ടാക്സ് അതിൻ്റെ മുകളിൽ കിട്ടി എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലേ? ഇനി ഇൻ കേസ് ഇവിടെ അരിയർ ആയിട്ടുള്ള സാലറി, അരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കിട്ടിയിട്ടില്ല, ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല. ആ സാലറിക്ക് ചിലപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ ചില കേസുകളിൽ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴാണോ കിട്ടുന്നത്, അതാണ് മൂന്നാമത്തെ കേസിൽ പറയുന്നത്. എപ്പോഴാണോ ഈ അരിയർ ഓഫ് സാലറി നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രീവിയസ് ഇയറിൽ അരിയർ ആയിട്ടുള്ള സാലറി എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഏർലിയർ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചുമത്തിയിട്ടില്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യും? അരിയർ ഓഫ് സാലറി നമ്മൾ എന്ത് ചെയ്യും? ആ പ്രീവിയസ് ഇയറിൽ അതിൻ്റെ ടാക്സ് നമ്മൾ അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കൂ. എനി വേജസ് പെയ്ഡ് ഫ്രം കറന്റ് ഓർ ഫോർമർ എംപ്ലോയി ഇൻ പ്രീവിയസ് ഇയർ. ഇപ്പം നമ്മുടെ ഇൻകം ടാക്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വേജസും സാലറിയും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും സെപ്പറേറ്റ് ആയിട്ട് 2 ടേമുകളായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. വേജസ് ആണെങ്കിലും സാലറി ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ അണ്ടർ ദി ഹെഡ് സാലറിയുടെ അണ്ടറിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ വേജസ് സാലറി അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. സാലറി ആണെങ്കിലും വേജസ് ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. വേജസ് ആണെങ്കിലും അത് ഒരു എംപ്ലോയർ അല്ലെങ്കിൽ കറണ്ട് എംപ്ലോയറോ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറോ ഒരു എംപ്ലോയിക്ക് പ്രീവിയസ് ഇയറിൽ വേജസ് ആയിട്ട് കൊടുത്താലും എന്ത് ചെയ്യണം? അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ, എനി പെൻഷൻ റിസീവ്ഡ് ബൈ എംപ്ലോയർ ഓൺ പ്രീവിയസ് ഇയർ. അതായത് ഇപ്പോൾ പെൻഷൻ എപ്പോഴാണ് നമുക്ക് കിട്ടുക? ആ ഒരു വർക്ക് നമ്മൾ അവസാനിപ്പിക്കും, അല്ലേ? സർവീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എംപ്ലോയി മരിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? പെൻഷൻ കിട്ടുന്നത്, അല്ലേ? ഓക്കെ, അപ്പം ഇപ്പോൾ ആ ഒരു എംപ്ലോയി എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പം അയാൾക്ക് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും, അല്ലേ? ഈ പെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? അയാൾ അത്രയും കാലം ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? പെൻഷൻ കിട്ടുന്നത്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഈ പെൻഷനായിട്ട് ഒരു അസസിക്ക് പെൻഷനായിട്ട് പ്രീവിയസ് ഇയറിൽ ഇൻകം കിട്ടി എന്ന് വിചാരിച്ചോ. അത് നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇൻകം ഫ്രം സാലറീസ് എന്നുള്ള അണ്ടറിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലേ? എല്ലാ അലവൻസ് ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, പെർക്യുസൈറ്റ്സ് ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനെയും നമ്മൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്തി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡൗട്ടുള്ളൊരു ഏരിയ ആയിരിക്കും, ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക എന്ന് അല്ലേ. ആ ഒരു പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ട സാലറി ആയിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും അത് കിട്ടി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? കാരണം എന്തായാലും നമുക്ക് അവകാശപ്പെട്ടതാണ്, കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ കിട്ടും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? അതിനെ സാലറി, ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കൊടുക്കണം. അതേപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട്, ആ വർഷം അഡ്വാൻസ് ആയിട്ട് സാലറി കിട്ടിയാലും അതും നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിൽ ഉൾപ്പെടുത്തി അതിനും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ അരിയർ ആയിട്ടുള്ള സാലറി, അത് മുൻ പ്രീവിയസ് ഇയറിൽ നമ്മൾ അതിന് ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രം, ഈ പ്രീവിയസ് ഇയറിൽ അരിയർ ആയിട്ടുള്ള സാലറി കിട്ടി, മുൻ പ്രീവിയസ് ഇയറിൽ ആ അരിയർ സാലറിക്ക് ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രം ഈ പ്രീവിയസ് ഇയറിൽ അതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ വേജസ് അല്ലേ. വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ കൺസെപ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേജസും സാലറിയും ഈക്വൽ ആണ്. അവിടെ വേജസ് എന്നോ സാലറി എന്നോ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. രണ്ടും അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കൊടുക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് പെൻഷൻ. ആ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു SSCക്ക് പെൻഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതും നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത്? അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗം നോക്കാം, ഗ്രോസ് സാലറീസ്. ഇപ്പം നമുക്ക് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചു എന്താണ് സാലറി അല്ലേ, എന്തൊക്കെയാണ് അണ്ടർ ദി ഹെഡ് സാലറിയിൽ ടാക്സബിൾ ആയിട്ട് ഉൾപ്പെടുന്ന ഇൻകം, ഇതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോക്കി നോക്കാം, ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാം ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എന്താണ് റെമ്യൂണറേഷൻ, അതുപോലെ തന്നെ പെർക്യുസൈറ്റ്സ് ആയിട്ടും അലവൻസ് ആയിട്ടും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ടും കൊടുക്കുന്ന എല്ലാ റെമ്യൂണറേഷൻസിനെയും നമ്മൾ അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തറിയണം? ഇതെല്ലാം കൂടെ എത്ര ഇൻകം സാലറി ആയിട്ട് ഈ ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ ഒരു പ്രീവിയസ് ഇയറിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ റെമ്യൂണറേഷൻസിനെയും, അത് ക്യാഷ് ആയിട്ടാണെങ്കിലും ശരി, കൈൻഡ് ആയിട്ടാണെങ്കിലും ശരി, ഓക്കെ, ഇതിനെല്ലാം കൂടെ കൂട്ടിയതാണ് എന്ത്? ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നോക്കി നോക്കാം, ഗ്രോസ് സാലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് സാലറീസ് ഈക്വൽ ടു ക്യാഷ് റെസിപ്റ്റ്സ്, ക്യാഷ് ആയിട്ട് കിട്ടുന്ന സാലറി. എന്തൊക്കെയായിരിക്കാം എംപ്ലോയിക്ക് കൊടുക്കുന്ന ക്യാഷ് ആയിട്ടുള്ള സാലറി? ഒന്ന്, ക്യാഷ് ആയിട്ട് സാലറി കൊടുക്കും അല്ലേ. അതുപോലെ തന്നെ വേജസ് ഉണ്ടെങ്കിൽ വേജസോ സാലറിയോ വേജസോ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കും. ദെൻ ബോണസ് അല്ലേ, ഓരോ എംപ്ലോയിയും അവരുടെ പെർഫോമൻസിനനുസരിച്ച് എംപ്ലോയർ എന്ത് കൊടുക്കാറുണ്ട്? ബോണസ് കൊടുക്കാറുണ്ട്, കമ്മീഷൻ കൊടുക്കാറുണ്ട്, പല അലവൻസുകളും ക്യാഷ് ആയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ ക്യാഷ് റെസിപ്റ്റ്സുകളും, പിന്നെയോ പെർക്യുസൈറ്റ്സ് അല്ലേ, അതായത് പെർക്യുസൈറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ക്യാഷ് അല്ലാതെ കൊടുക്കുന്ന, നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ കാർ സർവീസ് കൊടുക്കും, ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ കൊടുക്കും, ഫുഡ് കൊടുക്കും, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വൈഫൈ, ഇങ്ങനെയൊക്കെയുള്ള പെർക്യുസൈറ്റ്സുകൾ കൊടുക്കും അല്ലേ. ഫ്രീ ആയിട്ട് കാർ പാർക്കിംഗ് ഫെസിലിറ്റി, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള പെർക്യുസൈറ്റ്സുകൾ കൊടുക്കും. അതിൻ്റെ മോണിറ്ററി വാല്യൂ അല്ലേ, ഇങ്ങനെ എംപ്ലോയിക്ക് കൊടുക്കുന്ന പെർക്യുസൈറ്റ്സിൻ്റെ മോണിറ്ററി വാല്യൂ, അതായത് മോണിറ്ററി വാല്യൂ ഓഫ് ഹൗസ്, കാറ്, സെർവൻറ്റ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. ദെൻ അടുത്തതോ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി അല്ലേ. സാലറിക്ക് പകരമായിട്ട് വേറെന്തെങ്കിലും ഈ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എന്തിൽ ഉൾപ്പെടുത്തണം? അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്തി അതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗ്രോസ് സാലറി നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് അയാൾ ചെയ്ത സർവീസിന് പകരമായിട്ട് എന്തൊക്കെ കൊടുക്കുന്നുവോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടിയതാണ് എന്ത്? ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഗ്രോസ് സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിലിപ്പോൾ എന്താണ് ഒരു എംപ്ലോയിക്ക് ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് എന്താണ് അർഹതപ്പെട്ട കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് മൈനസ് ചെയ്തിട്ട് എന്ത് കിട്ടും? നെറ്റ് സാലറി കിട്ടും. ഈ നെറ്റ് സാലറിയുടെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ പെർക്വിസൈറ്റ്സുകളും എല്ലാ ക്യാഷ് റെസിപ്റ്റ്സുകളും എല്ലാ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയും ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് എന്ത്? ഗ്രോസ് സാലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നോക്കാം. ഡെഫിനിഷൻ, അതായത് സാലറിയുടെ ഡെഫിനിഷൻ നോക്കൂ. സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം എന്തൊക്കെയാണ് സാലറി എന്നുള്ള ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അപ്പം അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തതാണ് എന്ത്? ബേസിക് സാലറി ഓർ വേജസ്, അല്ലേ? ബേസിക് സാലറി ഓർ വേജസ്. സാലറി, വേജസ്. ഓരോ മാസവും ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കും? ബേസിക് സാലറി ആയിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കും, ഇല്ലേ? അത് വേജസ് ആണെങ്കിൽ വേജസ് ആയിട്ടും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ബോണസ്, അല്ലേ? ബോണസ് കൊടുക്കാം, അല്ലേ? ഒരു വർഷം എംപ്ലോയിയുടെ പെർഫോമൻസിനനുസരിച്ച് എംപ്ലോയർ ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തണം. പിന്നെയോ കമ്മീഷൻ, അല്ലേ? കമ്മീഷനും കൊടുക്കാം ചിലപ്പോൾ, അല്ലേ? അയാൾ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെയോ അല്ലെങ്കിൽ അയാൾ നടത്തിയിട്ടുള്ള പെർഫോമൻസിൻ്റെയോ അടിസ്ഥാനത്തിൽ എംപ്ലോയിക്ക് കമ്മീഷൻ കൊടുക്കാം. അതും നമ്മൾ എവിടെ ഉൾപ്പെടുത്തണം? സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ ഫീ ആൻഡ് ഇൻ്ററിം റിലീഫ്, അല്ലേ? ഫീ ആൻഡ് ഇൻ്ററിം റിലീഫ്. എന്തെങ്കിലും ഇൻ്ററിം റിലീഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാലറിയുടെ സ്ട്രക്ചർ ചിലപ്പോൾ മാറ്റാം. അപ്പോൾ താൽക്കാലികമായിട്ട് എംപ്ലോയിയുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ശമ്പളം കൊടുക്കും, സാലറി കൊടുക്കും. അതാണ് ഇൻ്ററിം റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എവിടെ ഉൾപ്പെടുത്തണം? സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ അതേപോലെ തന്നെ അടുത്തത് നോക്കൂ, ആന്വിറ്റി, അല്ലേ? ആന്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് അയാൾ ആ ഒരു സ്ഥാപനത്തിൽ അത്രയും വർഷം ജോലി ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു സം എമൗണ്ട് ആർക്ക് കൊടുക്കും? എംപ്ലോയിക്ക് കൊടുക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ആന്വിറ്റി ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ അഡ്വാൻസ് ആൻഡ് അരിയർ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എംപ്ലോയിക്ക് സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുക്കേ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷം നമ്മൾ ടാക്സ് ചാർജ് ചെയ്യാത്ത അരിയർ ആയിട്ടുള്ള സാലറി ഈ ഒരു പ്രീവിയസ് ഇയറിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ എന്ത് ചെയ്യണം? സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ അടുത്തത് എന്താണ്? ആനുവൽ അക്രിയേഷൻ ഇൻ എംപ്ലോയീസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ എംപ്ലോയിയും എന്ത് ചെയ്യും? ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കും, അല്ലേ? പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടാണ് എന്ത്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ആ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയിയും എന്ത് ചെയ്യും? ഈ RPF-ലേക്ക്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം, അതിൽ നമ്മൾ എക്സംപ്റ്റഡ് ടാക്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് 12% ആണെങ്കിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ 12% വരെ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 9.5% വരെ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അപ്പോൾ സാധാരണ എന്താണ്? എംപ്ലോയർ RPF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ 12% വരെ ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, അതിൽ കൂടുതൽ ഇപ്പോൾ ഒരു 14% ഒക്കെ ഒരു എംപ്ലോയർ ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
12% വരെ ടാക്സ് ഫ്രീ ആണ്, ബാക്കിയുള്ള 2% എന്തായിരിക്കും ടാക്സബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആനുവൽ അക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഒരു നിശ്ചിത പരിധിയിൽ നിന്ന് ഓരോ വർഷവും കൂട്ടും. അതായത് ഒരു എംപ്ലോയർ എന്ത് ചെയ്യും? ഓരോ വർഷവും എന്ത് ചെയ്യുന്നു? പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന തുക കൂട്ടും അല്ലേ? അങ്ങനെ കൂട്ടുന്നുണ്ടെങ്കിൽ ആ 12% വരെ ടാക്സ് ഫ്രീ ആണ്, ബാക്കിയുള്ള പാർട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓൺ RPF ബാലൻസ് അല്ലേ? അതായത് നമ്മുടെ ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശയും അപ്പോൾ ഒപ്പം കൂടും അല്ലേ? നമ്മളിങ്ങനെ കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടും. അതിനെയാണ് നമ്മൾ ആനുവൽ അക്രിയേഷൻ ഇൻ എംപ്ലോയീസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ നിക്ഷേപിക്കുന്ന തുകയുടെ ആനുവൽ അക്രിയേഷൻ, ടാക്സ് ഫ്രീ കഴിച്ച് ബാക്കിയുള്ള ആനുവൽ അക്രിയേഷൻ, കൂടിയ തുക എത്രയാണോ, എത്ര പെർസെൻറ്റേജ് ആണോ അതിനനുസരിച്ച് അതും നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർ ദി ഹെഡ് സാലറിയുടെ അണ്ടറിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ എന്താ പറയുന്നത് അടുത്തത്? ടാക്സബിൾ പാർട്ട് ഓഫ് ട്രാൻസ്ഫേർഡ് ബാലൻസ് അല്ലേ? അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ്, ദി ബാലൻസ് സ്റ്റാൻഡിംഗ് ടു ദി ക്രെഡിറ്റ് ഓഫ് ദി എംപ്ലോയി ഇൻ ദി അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു റെക്കഗ്നൈസ്ഡ് ഫണ്ട് ഈസ് കോൾഡ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. എന്താ അവിടെ പറയുന്നത്? ഇപ്പോൾ ഒരു ഇൻകം ടാക്സിൻ്റെ കമ്മീഷണർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. RPF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗവൺമെൻറ് അംഗീകരിക്കാത്ത പ്രൊവിഡൻറ്റ് ഫണ്ട് ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മുടെ ഇൻകം ടാക്സ് കമ്മീഷണർ അംഗീകരിച്ചു. ഓക്കെ, അപ്പം എന്തായി മാറിയത്? അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടായി മാറി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നമുക്ക് എന്താണ്? പ്രൊവിഡൻറ്റ് ഫണ്ടിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫറബിൾ ബാലൻസ് ഓഫ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്താണ്? അതും ടാക്സബിൾ പോർഷൻ ആണ്. ഈ ഒരു ട്രാൻസ്ഫറബിൾ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണ്? ടാക്സബിൾ പോർഷൻ ആണ്. ഓക്കെ, അതാണ് പറയുന്നത് ടാക്സബിൾ പാർട്ട് ഓഫ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. ദെൻ അടുത്തത് നോക്കൂ. കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻ പ്രീവിയസ് ഇയർ അണ്ടർ ദി നോട്ടിഫൈഡ് പെൻഷൻ സ്കീം സെക്ഷൻ 80 CCD അല്ലേ? അതായത് നമ്മളിപ്പം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അല്ലേ? ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? എന്താണ്? ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത പെൻഷൻ സ്കീം, അതായത് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് പ്രീവിയസ് ഇയറിൽ നോട്ടിഫൈ ചെയ്ത പെൻഷൻ സ്കീമിലേക്ക്, ഗവൺമെൻറ് അംഗീകരിച്ച പെൻഷൻ സ്കീമിലേക്ക് ഗവൺമെൻറ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എംപ്ലോയീസിന് വേണ്ടി നടത്തുന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് കിട്ടും. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് അണ്ടർ ദി ഹെഡ് ടാക്സ് സാലറിയുടെ അണ്ടറിൽ കാണിക്കണം. എന്താ അവിടെ പറഞ്ഞത്? ഒരു ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിലെ നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലേക്ക് ഗവൺമെൻറ്റിൻ്റെ വക എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതും എന്തിൽ ഉൾപ്പെടുത്തണം? അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ അതുപോലെ തന്നെ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് എന്താണ്? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എടുക്കാൻ
അവർക്ക് എന്താണ് അവർക്ക് അർഹതപ്പെട്ട ലീവുകൾ ഉണ്ടായിരിക്കും അല്ലേ? മെഡിക്കൽ ലീവായിട്ടും ആനുവൽ ലീവായിട്ടും ഒക്കെ അവർക്ക് എടുക്കാൻ, ഇത്ര ലീവ് എടുക്കാൻ അംഗീകരിച്ച കുറച്ച് ലീവുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ ഇവിടെ സാധാരണ ഒരു കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 1 മാസം ലീവ് അങ്ങനെയൊക്കെ കിട്ടും അല്ലേ? അത് നമുക്ക് അത് നമുക്ക് എടുക്കാമെങ്കിൽ നമുക്ക് അനുവദിച്ച ലീവാണ്. ഇങ്ങനെ നമുക്ക് അനുവദിച്ച ലീവ് ചില എംപ്ലോയീസ് എന്ത് ചെയ്യില്ല, എടുക്കില്ല അല്ലേ? ചില എംപ്ലോയീസ് എന്ത് ചെയ്യില്ല, എടുക്കില്ല. ചില എംപ്ലോയീസ് എടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇവർ ഈ റിട്ടയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന സമയത്തോ ഈ അനുവദിച്ച ലീവ് എടുക്കാത്ത എംപ്ലോയീസിന് എന്തു കൊടുക്കും? ആ എടുക്കാത്ത ലീവിന് പകരമായിട്ട് ക്യാഷ് കൊടുക്കും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് വിളിക്കുന്നത്. അതായത് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ഉപയോഗിക്കാത്ത, യൂസ് ചെയ്യാത്ത ലീവിന് എന്ത് കൊടുക്കും? പണത്തിന്റെ രൂപത്തിൽ ക്യാഷ് ആയിട്ട് ആ ലീവിനെ മാറ്റും. അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ത് ചെയ്യാണ്, ലീവ് എടുക്കാതെ ക്യാഷ് മേടിക്കുകയാണ് ഇല്ലേ? ലീവ് എന്ത് ചെയ്യുന്നില്ല, അയാൾക്ക് അനുവദിച്ച ലീവും അയാൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ അയാൾ യൂസ് ചെയ്യാത്ത ലീവിന് എന്ത് കൊടുക്കും? ക്യാഷ് കൊടുക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്. അത് ചിലപ്പോൾ സർവീസിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്തോ അയാൾ ഉപയോഗിക്കാത്ത ലീവിന് എന്ത് കൊടുക്കും? ക്യാഷ് കൊടുക്കും. ഇതും അണ്ടർ ദി ഹെഡ് സാലറിയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് ആരാ നൽകുന്നത്? എംപ്ലോയർ ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് സാലറിയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ അടുത്തത് നോക്കാം, ഗ്രാറ്റുവിറ്റി അല്ലേ? ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു എംപ്ലോയി അയാളുടെ സർവീസ് ഒക്കെ പൂർത്തിയാക്കി അല്ലേ? സർവീസൊക്കെ പൂർത്തിയാക്കി. അപ്പം എന്ത് ചെയ്യും? അയാൾ അത്രയും കാലം ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് അയാൾക്കൊരു ആദര സൂചകമായിട്ട് അല്ലെങ്കിൽ ഒരു നന്ദി സൂചകമായിട്ട് എന്ത് കൊടുക്കും? ഗ്രാറ്റുവിറ്റി കൊടുക്കും. അങ്ങനെ എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിക്ക് എന്തായാലും കിട്ടും, നോൺ ഗവൺമെൻറ് എംപ്ലോയിക്കും ഇതുപോലെ ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എവിടെ കാണിക്കണം? അണ്ടർ ദി ഹെഡ് സാലറിയിൽ കാണിക്കണം. അതുപോലെ തന്നെ അടുത്തത് നോക്കാം, പെൻഷൻ അല്ലേ? പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും അല്ലേ? ആ പെൻഷനും സാലറിയുടെ ഹെഡിലാണ് ആ ഇൻകം നമ്മൾ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെന്റ്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയിയെ എന്തെങ്കിലും കാര്യം കൊണ്ട് അല്ലേ, അതായത് ഇപ്പോൾ റിട്രെഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജോലി നഷ്ടപ്പെടുക. ഇപ്പം ചിലപ്പോൾ എന്ത് ചെയ്യാണ്? കമ്പനി നഷ്ടത്തിലായി. അപ്പം എന്ത് ചെയ്തു? ആ കമ്പനി എല്ലാ എംപ്ലോയീസിനെ അങ്ങോട്ട് പിരിച്ചു വിട്ടു. ഓക്കെ, അപ്പം അതെന്ത് ചെയ്യും? ഇങ്ങനെ പിരിച്ചു വിടുമ്പോൾ കമ്പനി ചിലപ്പോൾ ഒരു കോമ്പൻസേഷൻ കൊടുക്കാം അല്ലേ? അതായത് ജോലി നഷ്ടപ്പെടുമ്പോൾ ആ എംപ്ലോയിക്ക് എന്ത് കൊടുക്കും? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തണം? അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എന്താണ്? എമൗണ്ട് റിസീവ്ഡ് ഓൺ വളണ്ടറി റിട്ടയർമെന്റ്. ഇനി ഒരു എംപ്ലോയി സ്വമേധയാ റിട്ടയർ ആവുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ആ കമ്പനി പറയാണ് കുറച്ച് എംപ്ലോയിനെ വെട്ടിക്കുറക്കണം എന്ന് പറയാണ്. അപ്പോൾ ഒരു എംപ്ലോയി സ്വമേധയാ പറയാണ് ഞാൻ റിട്ടയർ ചെയ്തോളാം. അപ്പോൾ അങ്ങനെ വളണ്ടറി റിട്ടയർമെന്റ് നടത്തുമ്പോൾ, വളണ്ടറി റിട്ടയർമെന്റ് എങ്ങനെയോ ആവാട്ടോ, സ്വമേധയാ അയാൾ ആ ഒരു സ്ഥാപനം വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യാണ്? എന്തെങ്കിലും എമൗണ്ട്, ഈ വളണ്ടറി റിട്ടയർമെന്റിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും എമൗണ്ട് ഈ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എവിടെ കാണിക്കണം? അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് പാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഡെഫിനിഷൻ ഓഫ് സാലറി ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സാലറി, ദി ഡെഫിനിഷൻ ഓഫ് സാലറി ഈസ് ഡിഫേഴ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് പർപ്പസിന് സാലറിയുടെ ഡെഫിനിഷൻ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും.
ഡിഫറെൻറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോൾ ചില അലവൻസുകളുടെയും ചില പെർക്യുസൈഡ്സിൻ്റെയും എക്സംപ്റ്റഡ് പാർട്ട് നമുക്കറിയാം. ചില പെർക്യുസൈഡ്സുകളും ചില അലവൻസുകൾക്കൊക്കെ അതിൻ്റെ മൊത്തം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്രാറ്റുവിറ്റി മൊത്തം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെന്ത് ഉണ്ട്, കുറച്ച് എക്സംഷൻ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒക്കെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ 12% വരെ ടാക്സ് ഫ്രീ ആണ്. ബാക്കി മുകളിലേക്കുള്ളതാണ് എന്ത്, ടാക്സബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഫുൾ പെൻഷൻ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പെർക്യുസൈഡ്സ് ആയിട്ട് കൊടുക്കുന്ന ഹൗസ് റെന്റ് അലവൻസ്, ഇതിനൊക്കെ എന്തുണ്ട്, എക്സംഷൻസ് ഉണ്ട്. ഈ എക്സംഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെർക്യുസൈഡ്സിൻ്റെ മോണിറ്ററി വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാലറിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാലറി ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞല്ലോ, പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ DAനെ സാലറി ആയിട്ട് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ സാലറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് എന്ത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി. അതായത് ടാക്സബിൾ ഇൻകം നമ്മളിപ്പോൾ അണ്ടർ ദി ഹെഡ് സാലറിയിലെ നമ്മൾ എന്താ ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എന്ത്, ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ക്യാഷ് ആയിട്ടും പെർക്യുസൈഡ്സ് ആയിട്ടും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആയിട്ടും ഒക്കെ കൊടുക്കുന്ന എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അണ്ടർ ദി ഹെഡ് സാലറിയിലെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ അണ്ടർ ദി ഹെഡ് സാലറിയിലെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സാലറി ആയിട്ട് എടുക്കുക നോക്കി നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നോക്കൂ. ബേസിക് സാലറി എടുക്കും അല്ലേ. ഒരു SSCക്ക്, ഒരു എംപ്ലോയി ആയിട്ടുള്ള SSCക്ക് കിട്ടുന്ന ബേസിക് സാലറി അണ്ടർ ദി ഹെഡ് സാലറിയിലെ ടാക്സബിൾ ഇൻകം ആണ്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, അഡ്വാൻസ് അല്ലേ. അതായത് ഡ്യൂ ആയിട്ടില്ല, അതായത് ആ ഒരു പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആയിട്ടില്ല, അതായത് മുൻകൂട്ടി എംപ്ലോയിക്ക് കൊടുക്കുകയാണ് അഡ്വാൻസ് സാലറി അല്ലേ. അതും നമ്മൾ എന്തായിട്ട് എടുക്കും, പ്രീവിയസ് ഇയറിലെ ടാക്സബിൾ സാലറി ആയിട്ട് നമ്മൾ ഈ അഡ്വാൻസ് ഇൻകത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ അരിയർ എന്ന് പറഞ്ഞാൽ എന്താ, മുൻ പ്രീവിയസ് ഇയറിലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാത്ത അരിയർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഡ്യൂ ആയിട്ടും കിട്ടാത്ത സാലറി അല്ലേ, അതാണ് അരിയർ. ഈ അരിയർ സാലറിക്ക് മുൻ പ്രീവിയസ് ഇയറിൽ ഒന്നും ടാക്സ് അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ അരിയർ സാലറി ഈ പ്രീവിയസ് ഇയറിലാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർ ദി ഹെഡ് സാലറിയിലെ ടാക്സബിൾ ഇൻകം ആയിട്ട് ഈ അരിയർ സാലറിയെ നമ്മൾ ഉൾപ്പെടുത്തണം. ദെൻ ആന്യൂറ്റി ഓർ പെൻഷൻ, ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ആന്യൂറ്റി, പെൻഷൻ, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി, ഫീസ്, കമ്മീഷൻ, ബോണസ്, അലവൻസ് എന്ന് പറയുമ്പോൾ അതിൽ DAയും കൂടി ഉൾപ്പെടുന്ന അലവൻസ്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി അല്ലേ, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി അല്ലേ. അപ്പം അതായത് സാലറിക്ക് പകരമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെർക്യുസൈഡ്സ് അല്ലേ. പെർക്യുസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇയാൾക്ക് കൊടുക്കുന്ന HRA അല്ലെങ്കിൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള പെർക്യുസൈഡ്സ്, എക്സസ് കോൺട്രിബ്യൂഷൻ ഓഫ് RPF ബൈ എംപ്ലോയർ ഓവർ 12% സാലറി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% വരെ എന്താണ്, ടാക്സ് ഫ്രീ ആണ്. 12%-ന് മുകളിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ എംപ്ലോയർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് 14% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 12% വരെ എന്താണ്, ടാക്സ് ഫ്രീ ആണ്. ബാക്കി ഇനി എത്രയുണ്ട്, എക്സസ് പെർസെൻറ്റേജ് എത്രയുണ്ട്, 2% അല്ലേ. അപ്പോൾ ഈ 2% എന്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ടാക്സബിൾ ഇൻകം അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ അതുപോലെ തന്നെ എക്സസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം RPF about 9.5%. ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്,
അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സംപ്റ്റഡ് ഇൻകത്തിൽ പഠിച്ചിട്ടുണ്ട് 9.5 വരെ അല്ലേ, 9.5 വരെ ടാക്സ് ഫ്രീ ആണ്. ഇനിയിപ്പോൾ ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 10% കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും, 9.5 വരെ എന്താ നമുക്ക് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഫ്രീ ആണ്. ബാക്കി 0.5 നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം RPF അല്ലേ, അത് എക്സസ് ഓഫ് 9.5%. 9.5%-നേക്കാളും ഇൻട്രസ്റ്റ് ഈ RPF-ൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യണം, അത് അണ്ടർ ദി ഹെഡ് സാലറിയിലെ ടാക്സബിൾ ഇൻകം ആണ്. ഓക്കെ, ദെൻ അടുത്തതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് ബാലൻസിന്റെ ടാക്സബിൾ പോർഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറുമ്പോൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലെ ആ ഒരു ബാലൻസ് ഉണ്ടല്ലോ അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ബാലൻസിന്റെ ടാക്സബിൾ ആയിട്ടുള്ള പോർഷൻ, ഓക്കെ, അതും നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യും, ടാക്സബിൾ ഇൻകം അണ്ടർ ദി ഹെഡ് സാലറിയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി അണ്ടർ ദി ഹെഡ് സാലറിയിലെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്ത സാലറി ആയിട്ട് നമ്മൾ കണക്കാക്കും അല്ലേ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി. അണ്ടർ ദി ഹെഡ് സാലറിയിലെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, കാൽക്കുലേഷൻ ഓഫ് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഹൗസ് റെന്റ് അലവൻസ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A. നമ്മൾ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് HRA എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന പെർക്യുസൈറ്റ്സ് ആണ് അല്ലേ, ഹൗസ് റെന്റ് അലവൻസ് അല്ലേ, ഹൗസ് റെന്റ് അലവൻസ്. അപ്പൊ നമുക്കറിയാം ഈ ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് ഇപ്പോൾ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു 6000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് 6000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഈ 6000 എന്ത് ചെയ്യില്ല, ടാക്സബിൾ ഇൻകം ഒന്നും അല്ല. ഈ 6000-ൽ എന്തുണ്ട്, നമുക്ക് എക്സംഷൻ ഉണ്ട്. ഓക്കെ, അതായത് എക്സംഷൻ ഉണ്ട്. 6000 മുഴുവനൊന്നും നമുക്ക് ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്, കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഹൗസ് റെന്റ് അലവൻസിന്റെ മുകളിലുള്ള എക്സംഷൻ കിട്ടും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ എക്സംഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന HRAയുടെ ഹൗസ് റെന്റ് അലവൻസിന്റെ എക്സംപ്റ്റഡ്, ടാക്സിൽ നിന്ന് ഒഴിവാക്കിയ ആ പാർട്ട്. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന. ഇപ്പൊ ഇവിടെ 6000 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, HRA 3000 എക്സംപ്റ്റഡ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ഈ 3000-ന് ടാക്സ് കൊടുക്കണ്ട, ബാക്കിയുള്ള 3000-ന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ അപ്പൊ നമ്മൾ അതിന് മുന്നേ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഈ എക്സംപ്റ്റഡ് എമൗണ്ട് എത്രയാണ് അല്ലെ, ഈ ഒഴിവാക്കിയ ഭാഗം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാ ചെയ്യുക, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ HRAയുടെ എക്സംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാലറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കുക, അണ്ടർ ദി സെക്ഷൻ 10 സബ്സെക്ഷൻ 13A പ്രകാരം HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാലറി ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കൂ. ഒന്ന്, ബേസിക് സാലറി. ബേസിക് സാലറിയെ നമ്മൾ എന്ത് ചെയ്യും, HRAയുടെ എക്സംപ്റ്റഡ് പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. പിന്നെയോ അടുത്തത് എന്താ പറയുന്നത്, DA അല്ലേ. DAയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൗസ് റെന്റ് അലവൻസിന്റെ എക്സംപ്റ്റഡ് പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ DA എടുക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, DA എന്തായിരിക്കണം, അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കണം. എപ്പോഴാണ് DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആവുക, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് DAയെ റിട്ടയർമെന്റ് ബെനിഫിറ്റിലും അതുപോലെ തന്നെ RPFന്റെ ബെനിഫിറ്റ് അല്ലെ, RPFന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ DAനെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആവുക അല്ലേ. അപ്പൊ DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ
നമ്മൾ HRAയുടെ എക്സംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെടുക്കും? DAയും കൂടെ ഉൾപ്പെടുത്തും അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളായി? ബേസിക് സാലറി ഉൾപ്പെടുത്തി, DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അതും ഉൾപ്പെടുത്തും. പിന്നെ വേറെ എന്തൊക്കെ ഉൾപ്പെടുത്തും? വേറെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ദി എംപ്ലോയി ആൻഡ് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് കമ്മീഷൻ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ എവിടെ ഉൾപ്പെടുത്തും? ഈ സാലറിയിൽ ഉൾപ്പെടുത്തും. ബാക്കിയുള്ള എല്ലാ അലവൻസും, എല്ലാ പെർക്യുസൈറ്റ്സും, എല്ലാ ബോണസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അപ്പൊ നോക്കി നോക്കൂ, HRAയുടെ എക്സംപ്റ്റഡ് പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാലറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ? ബേസിക് സാലറിയെയും, അതായത് DA ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രം DA എടുക്കുന്നു. പിന്നെയോ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ അല്ലെ, കമ്മീഷൻ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ കമ്മീഷനും എടുക്കുന്നു. ബാക്കിയുള്ള എല്ലാ അലവൻസുകളും ബോണസും പെർക്യുസൈറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തായി? HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി എന്തായി? സാലറിയിൽ വ്യത്യാസം വന്നു അല്ലേ? നമ്മൾ എല്ലാതൊന്നും സാലറി ആയിട്ട് എടുക്കുന്നില്ല, ചില കാര്യങ്ങൾ മാത്രമേ സാലറി ആയിട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ബാക്കിയുള്ളതും, അതായത് ഇപ്പോൾ കാൽക്കുലേറ്റിംഗ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലേ? അതായത് ഇപ്പോൾ ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്, റെന്റ് ഫ്രീ ഹൗസ് അല്ലെങ്കിൽ കൺസെഷൻ ഓഫ് റെന്റ്, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ അതായത് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ നടത്തുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഇപ്പോൾ അതായത് ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? കാൽക്കുലേറ്റിംഗ് ദി വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് എ കൺസെഷണൽ റേറ്റ്. നമുക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയുടെ ബേസിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതൊരു പെർക്യുസൈറ്റ്സ് ആണ്. ഈ പെർക്യുസൈറ്റ്സിന്റെ മോണിറ്ററി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കുക? നോക്കി നോക്കൂ, ഇവിടെ ബേസിക് സാലറി എടുക്കും. ബേസിക് സാലറി എന്ന് പറയുമ്പോൾ അതിൽ അഡ്വാൻസോ അല്ല എന്നുണ്ടെങ്കിൽ അരിയർ ഓഫ് സാലറിയോ, ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ബേസിക് സാലറി എടുക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ടാക്സബിൾ അലവൻസ്. നമ്മൾക്ക് അലവൻസുകളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ടാക്സബിൾ അലവൻസ്, അതായത് ടാക്സബിൾ അലവൻസ് ആണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ ആ എംപ്ലോയി എന്ത് ചെയ്യണം? ആ അലവൻസിന് മൊത്തം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ പാർഷ്യലി ടാക്സബിൾ അലവൻസ്, അതായത് മുഴുവനായിട്ടും ടാക്സ് കൊടുക്കേണ്ട, കുറച്ച് ഭാഗം ഈ എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ്. പിന്നെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസുകൾ, അതായത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ് ഒരു എംപ്ലോയിക്ക് കിട്ടുന്നതെങ്കിൽ അതിന് എംപ്ലോയി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കണ്ട, അത് ടാക്സ് ഫ്രീ അലവൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ടാക്സിനെ മൂന്ന് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു എംപ്ലോയിക്ക് ടാക്സബിൾ അലവൻസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൗസ് റെന്റ് അല്ലെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാലറിയിലെ അതും കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയത്? ഒന്ന് ബേസിക് സാലറി ഉൾപ്പെടുത്തുന്നു, ദെൻ അതുപോലെ തന്നെ ടാക്സബിൾ അലവൻസ് അല്ലെ, ടാക്സബിൾ അലവൻസ്, പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻ അല്ലെ, കമ്മീഷനായിട്ട് എന്തെങ്കിലും ഈ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും സാലറിയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എനി അതർ പേയ്മെന്റ് ഇൻ ക്യാഷ് ആയിട്ട് വേറെ രീതിയിൽ എന്തെങ്കിലും പേയ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഡിയർനെസ് അലവൻസ് നമ്മൾ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ പാർട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഡിയർനെസ് അലവൻസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ പാർട്ട് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലേ. പിന്നെ അതുപോലെ തന്നെ അടുത്തത് എന്താ പറയുന്നത്?
നോട്ട് എൻറ്ററിങ് ഇൻ ടു ദി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഓഫ് ദി എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF, അലവൻസസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്, പിന്നെ ഡിഡക്റ്റബിൾ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഓർ വാല്യൂ ഓഫ് പെർക്യൂസൈഡ്സ് അല്ലേ. അതായത് ഇപ്പോൾ ടാക്സബിൾ ആയിട്ടുള്ള പെർക്യൂസൈഡ്സും ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകളും മാത്രം എന്ത് ചെയ്താൽ മതി, ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ബേസിക് സാലറി എടുക്കണം എന്ന് പറഞ്ഞു, ഓൾ ടാക്സബിൾ അലവൻസ് എടുക്കണം എന്ന് പറഞ്ഞു, ബോണസ് എടുക്കണം, കമ്മീഷൻ എടുക്കണം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള മറ്റെന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ദെൻ ഇനി അടുത്തത് എന്താ പറയുന്നത്, നമ്മളിപ്പോൾ അടുത്തത് പറയുന്നത് കാൽക്കുലേറ്റിംഗ് ക്വാളിഫയിങ് എമൗണ്ട് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് കാൽക്കുലേഷൻ അല്ലേ. അതായത് ക്വാളിഫയിങ് എമൗണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ എടുക്കുക, അതായത് സെയിം ആസ് ഹൗസ് റെൻ്റ് അലവൻസ്. ഹൗസ് റെൻ്റ് അലവൻസിൽ നമ്മൾ ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ എക്സംപ്റ്റഡ് പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തോ അതുപോലെ തന്നെ എന്തിലെടുക്കുക, RPFൻ്റെ ക്വാളിഫൈഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് റെൻ്റ് അലവൻസിൽ എന്തൊക്കെയാണ് സാലറി ആയിട്ട് എടുത്തത്, ഡിയർനെസ് പേ എടുത്തിട്ടുണ്ട്, ബേസിക് സാലറി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് കമ്മീഷൻ അല്ലേ, കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ RPFൻ്റെ ക്വാളിഫൈഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ ഒരു സാലറിയെ തന്നെ നമുക്ക് എടുക്കാം. ഇനി അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുക, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ബേസിക് സാലറി എക്സ്ക്ലൂസീവ് ഓഫ് എനി അലവൻസ് ബെനഫിറ്റ് ഓർ അതർ പെർക്യൂസൈഡ്സ് അല്ലേ. ബേസിക് സാലറിയോടൊപ്പം എക്സ്ക്ലൂസീവ് ഓഫ് എനി അലവൻസ് ഓർ ബെനഫിറ്റ്സ് ഓർ അതർ പെർക്യൂസൈഡ്സ് അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് അടുത്തത് പറയുന്നത്, ഗ്രാറ്റുവിറ്റി, അതേപോലെ തന്നെ പെൻഷൻ്റെ ഒക്കെ എക്സംപ്റ്റഡ് പാർട്ട് കാണണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് സാലറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കും, DA ബേസിക് പേ എടുക്കും, DAയും എടുക്കും. DA എന്താണ്, അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ DAയും എടുക്കും അല്ലേ. ഇനി അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ എന്താണ്, എക്സംപ്റ്റഡ് പെർക്യൂസൈഡ്സ് ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ ഒക്കെ എക്സംപ്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാലറിയുടെ എന്താണ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെയല്ല, സാലറിയിൽ എന്ത് ചെയ്യും, എടുക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻ ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ പെർക്യൂസൈഡ്സിൻ്റെയോ അലവൻസിൻ്റെയോ അല്ലെങ്കിൽ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് രീതിയിലാണ്. ഓക്കെ, ഹൗസ് റെൻ്റ് അലവൻസ് കാണാനെടുത്ത സാലറി അല്ല നമ്മൾ എന്തെടുക്കുന്നത്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത് അല്ലേ. ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, ഗ്രാറ്റുവിറ്റിയുടെ എക്സംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സാലറി അല്ല നമ്മൾ ഹൗസ് റെൻ്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്, വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് എന്ത്, ഡിഫറെൻ്റ് പർപ്പസിനെ, അതായത് അതായത് ഇപ്പോൾ പല അലവൻസുകളുടെയും പല പെർക്യൂസൈഡ്സിൻ്റെയും എക്സംപ്റ്റഡ് പാർട്ടും ടാക്സബിൾ പാർട്ടും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാലറി ആയിട്ട് വിവിധ രീതിയിലുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പാർട്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് ഈ ഒരു ബ്ലോക്കിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കമ്പ്യൂട്ടിംഗ് പ്രോസസ് ഓഫ് ടാക്സബിൾ സാലറി അല്ലേ. നമ്മളിപ്പോൾ അണ്ടർ ദി ഹെഡ് സാലറിയിൽ എന്തൊക്കെ ഇൻകമാണ് സാലറിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇനി നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യണം. എങ്ങനെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുക, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോസ് സാലറി ഈസ് ഈക്വൽ ടു ക്യാഷ് റിസീവ്ഡ് അല്ലേ. ക്യാഷ് ആയിട്ട് കിട്ടിയതും അതുപോലെ തന്നെ കൈൻഡ് ആയിട്ട് കിട്ടിയതും അല്ലേ, അതായത് മറ്റു പെർക്യൂസൈഡ്സുകളും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി,
ഈ 3 കാര്യങ്ങളും കൂടെ കൂട്ടിയതാണ് എന്ത് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ക്യാഷ് ആയിട്ടുള്ള കൺസിഡറേഷൻസും അതുപോലെ തന്നെ മറ്റ് അലവൻസുകളും പെർക്യുസൈഡ്സുകളും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയും ഇതൊക്കെ കൂടെ കൂട്ടിയതാണ് എന്ത് ഗ്രോസ് സാലറി. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രോസ് സാലറി ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം അടുത്തത് ഡിഡക്ഷൻ ഔട്ട് ഓഫ് സാലറി. ഇനി ഈ ഗ്രോസ് സാലറിയിൽ എന്താണ് ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ എംപ്ലോയിക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ബേസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നെറ്റ്. അപ്പൊ ഇവിടെ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് സാലറി കിട്ടും. അതന്നെയാണ് എന്ത് ഈ ടാക്സബിൾ സാലറി അല്ലേ? അപ്പൊ ഇവിടെ ആദ്യം ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നു, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡിഡക്ഷൻസ് കുറക്കുന്നു. ഡിഡക്ഷൻസ് ഔട്ട് ഓഫ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ടത് കുറക്കുന്നു. ദെൻ ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് മുന്നേ ഫസ്റ്റ് ആയിട്ട് അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഗ്രോസ് സാലറി ആണ് കാണേണ്ടത് അല്ലെ? ഗ്രോസ് സാലറി ആണ് കാണേണ്ടത്. ഇപ്പൊ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സാലറി പ്ലസ് അലവൻസ് പ്ലസ് പെർക്യുസൈഡ്സ് പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് എന്ത് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ സാലറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും? സാലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു പ്രീവിയസ് ഇയറിലെ ഈ ഒരു എംപ്ലോയിക്ക് അല്ലെ, ഈ എംപ്ലോയിക്ക് കിട്ടിയിട്ടുള്ള ഡ്യൂ ആയിട്ടുള്ള സാലറി. ഇനിയിപ്പോൾ അരിയർ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അരിയർ ആയിട്ടുള്ള സാലറിക്ക് ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ അരിയറും, പിന്നെ അതുപോലെ തന്നെ സാലറി ആയിട്ട് കിട്ടിയിട്ടുള്ളതോ ഇനി കിട്ടാത്തതായിട്ടുള്ളതോ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളതൊക്കെ എന്തിൽ ഉൾപ്പെടും? സാലറിയിൽ ഉൾപ്പെടുന്നു അല്ലേ? ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? വേജസ്, അതുപോലെ തന്നെ ആന്യൂറ്റി, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഫീസ്, കമ്മീഷൻ, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, അഡ്വാൻസ് സാലറി, ആനുവൽ അക്രിയേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ? ആനുവൽ അക്രിയേഷൻ ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ. പിന്നെ ട്രാൻസ്ഫേർഡ് ബാലൻസ് അല്ലെ, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ടാക്സബിൾ ട്രാൻസ്ഫേർഡ് ബാലൻസ്, വളണ്ടറി പേയ്മെന്റ്സ് അല്ലെ, എംപ്ലോയിക്ക് എന്തെങ്കിലും സ്വമേധയാ എന്തെങ്കിലും സാലറിക്ക് പുറമെ എന്തെങ്കിലും വളണ്ടറി പേയ്മെന്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, പിന്നെ ഗവൺമെന്റിന്റെ അല്ലെ, അതായത് നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിലേക്കോ അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? സാലറി എന്നുള്ള ഭാഗത്ത് ഉൾപ്പെടുത്തും അല്ലെ? ഇതെന്താണ്? ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള പാർട്ടാണ് അല്ലെ? ഇനി നമുക്ക് അലവൻസുകൾ കിട്ടും. ഈ അലവൻസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതായത് ഫുള്ളായിട്ടും ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഉണ്ട്, പാർട്ടിലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ഉണ്ട്, അതേപോലെ തന്നെ പെർക്യുസൈഡ്സ് ഉണ്ട്. പെർക്യുസൈഡ്സിൽ ജനറൽ പെർക്യുസൈഡ്സ്, സ്പെസിഫിക് പെർക്യുസൈഡ്സ്, ടാക്സ് ഫ്രീ പെർക്യുസൈഡ്സ്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് പെർക്യുസൈഡ്സ് വരുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, സാലറിക്ക് പുറമെ നമുക്ക് വേറെ എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ, അതായത് ഇപ്പോൾ എന്താണ് കോമ്പൻസേഷൻ ഫോർ ദി ലോസ്, അതായത് ഒരു സർവീസ് നഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പേയ്മെന്റ് ഫോർ അപ്രീസിയേഷൻ, എംപ്ലോയിയുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ ആയിട്ട് എംപ്ലോയിക്ക് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയുടെ ഭാഗത്ത് വരും അല്ലേ? അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നോ മറ്റു ഫണ്ടിൽ നിന്നോ എംപ്ലോയിക്ക് കിട്ടുന്ന എമൗണ്ട് അതും എന്താണ്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് എന്ത് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻസ് ഒക്കെ കുറക്കാം. ഡിഡക്ഷൻസ് കുറച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ സാലറിയിലെ അടുത്തൊരു ഭാഗം നോക്കാം. സാലറി ഓർ വേജസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇൻകം ടാക്സ് ആക്ടില് സാലറി വേജസ് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല.
നമുക്കറിയാം സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ആർക്ക് കൊടുക്കുക, വൈറ്റ് കോളർ ജോബേഴ്സിന് കിട്ടുന്നതാണ് സാലറി എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ ഈ ഡെയിലി ഇങ്ങനെ എന്താണ് വേതനത്തിന് വേണ്ടിയിട്ടുള്ളവർക്ക് കിട്ടുന്നതാണ് എന്ത് വേജസ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സാലറി, വേജസ് ഈ രണ്ട് ടേമും ഇൻകം ടാക്സ് പർപ്പസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിം ആണ്, അതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ സാലറി ആണെങ്കിലും വേജ് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അണ്ടർ ദി ഹെഡ് സാലറിയുടെ അണ്ടറിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻകം ടാക്സ് ആക്ടിലെ സാലറി എന്നുള്ള ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നോക്കൂ, അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറി ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ബേസിക് സാലറി ഓർ വേജസ് അല്ലേ, ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ബേസിക് സാലറി അല്ലെങ്കിൽ വേജസ്. ഇത് രണ്ടും എന്താണ്, ഇൻകം ടാക്സ് പർപ്പസിൽ ഇതിൽ രണ്ടിനും വ്യത്യാസമില്ല. സാലറി ആണെങ്കിലും വേജ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും അണ്ടർ ദി ഹെഡ് സാലറീസിൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ബോണസ്, ഒരു എംപ്ലോയിക്ക് ബോണസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ കമ്മീഷൻ, ഫീസ്, ഇൻറ്ററിം റിലീഫ് അല്ലേ, ഇത്രയും കാര്യങ്ങൾ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ ഓവർ ടൈം പേയ്മെൻറ്റ്സ്, OT അല്ലേ, ഓവർ ടൈം പേയ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ ആനുവിറ്റി, ദെൻ അതുപോലെ തന്നെ അഡ്വാൻസ് ഓർ അരിയേഴ്സ് ഓഫ് സാലറി അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ ആ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു അസസി അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ടുള്ള അസസിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ ടാക്സബിൾ സാലറി ഇൻകം ആണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ആനുവൽ അക്രിയേഷൻ ഓഫ് RPF അല്ലേ, അതായത് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആനുവൽ അക്രിയേഷൻ എന്ന് പറയുമ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അത് എന്ത് ചെയ്യും? അത് ഓരോ വർഷവും അതിന് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകും അല്ലെങ്കിൽ അത് കൂടും. അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അതും എന്തിലേക്ക് ആഡ് ചെയ്യണം? സാലറിയിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫേർഡ് ബാലൻസ് അല്ലെ, ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്തത് എന്താണ്? contribution made by central government in previous year under notified pension scheme in employees amount referred in section 80 CCD അല്ലേ, അതായത് 80 CCD പ്രകാരം ഒരു ഗവൺമെന്റ് അവരുടെ എംപ്ലോയീസിന് വേണ്ടി ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത പെൻഷനിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ സാലറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്, ഒരു എംപ്ലോയിക്ക് അനുവദിച്ച ലീവ് അയാൾ അത് എടുത്തിട്ടില്ല, പകരം അയാൾക്ക് കിട്ടുന്ന ക്യാഷ്, അതും നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തണം. ദെൻ ഗ്രാറ്റുവിറ്റി, പെൻഷൻ, അതുപോലെ തന്നെ കോമ്പൻസേഷൻ റിട്രെഞ്ച്മെന്റ് അല്ലെ. കോമ്പൻസേഷൻ റിട്രെഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയെ എന്താണ് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണ് അല്ലേ. അപ്പൊ അവിടെ നമുക്കറിയാം ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം ഒരു എംപ്ലോയിയെ ഇങ്ങനെ പിരിച്ചുവിടുമ്പോൾ അയാൾക്ക് എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനെ കിട്ടുന്ന കോമ്പൻസേഷനെയും നമ്മൾ എന്തിലേക്ക് ഉൾപ്പെടുത്തണം? സാലറി ഇൻകം ആയിട്ട് നമ്മൾ ടാക്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. സാലറി ഇൻകം ആയിട്ട് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കണം. ദെൻ അതുപോലെ തന്നെ വളണ്ടറി റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ, ഒരു എംപ്ലോയി വളണ്ടറി റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട്, അങ്ങനെ ആ ഒരു പ്രീവിയസ് ഇയറിൽ അയാൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാലറി എന്നുള്ള ആ ഒരു എന്താണ് ഇൻകത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഐറ്റംസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇവിടെ ഗ്രാറ്റുവിറ്റി കിട്ടി, അല്ലെങ്കിൽ പെൻഷൻ കിട്ടി, അല്ലെങ്കിൽ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് കിട്ടി, ഇതൊക്കെ നമ്മൾ എല്ലാം ഇപ്പൊ ഒരു വ്യക്തിക്ക് എന്താണ് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് ഒരു 1 lakh കിട്ടി എന്ന് വിചാരിച്ചോ, ഈ 1 lakh മൊത്തം സാലറി ഇൻകം ആയിട്ട് കാണിച്ച് ഇതിന്റെ മുകളിൽ മൊത്തത്തിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതിനൊക്കെ എന്തുണ്ട്? എക്സംപ്റ്റഡ് പാർട്ടും ഉണ്ട്. അതായത് മുഴുവനായിട്ട് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് സാലറിയുടെ മുഴുവൻ
ആ ഒരു ഇയറിൽ മൊത്തം കിട്ടിയിട്ടുള്ള എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൊക്കെ എന്തുണ്ട്, എക്സംഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടുപിടിക്കും. അതായത് ആ ഒരു പ്രീവിയസ് ഇയറിലെ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുത്തിട്ടുള്ള ഗ്രാറ്റുവിറ്റി, പെൻഷന്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ റിട്രഞ്ച്മെന്റ്, അല്ലെങ്കിൽ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്, ഇതിനൊക്കെ എന്തുണ്ട്, സം പാർട്ട് അല്ലെങ്കിൽ കുറച്ചു ഭാഗം എക്സംപ്റ്റഡ് ആണ്, ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തിന് മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സാലറി എന്നുള്ള പാർട്ടിൽ ഉൾപ്പെടുത്തണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരു വ്യക്തിക്ക് 10 lakh കിട്ടിയെന്ന് വിചാരിച്ചോ. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഗ്രാറ്റുവിറ്റിയുടെ എക്സംപ്റ്റഡ് പാർട്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ടാക്സ് ഫ്രീ കിട്ടുന്ന, ടാക്സ് എക്സംഷൻ കിട്ടുന്ന പാർട്ട് നമ്മൾ കണ്ടെത്തി. അതെങ്ങനെയാ കണ്ടെത്തുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കും. അപ്പോൾ അങ്ങനെ എക്സംപ്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയത് 2 ലക്ഷമാണെങ്കിൽ ഈ 10 ലക്ഷത്തിൽ നിന്ന് ഈ 2 ലക്ഷം മൈനസ് ചെയ്ത് ബാക്കി നമുക്ക് എത്ര ഉണ്ടായിരിക്കും, 8 ലക്ഷം ഉണ്ടായിരിക്കും അല്ലെ. ഈ 8 lakhന്റെ മുകളിൽ മാത്രം എന്ത് കണ്ടാൽ മതി, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 8 lakh ആണ്. ഈ 8 lakh ആണ് നമ്മൾ എന്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്, ടാക്സബിൾ സാലറിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ പെൻഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കോമ്പൻസേഷൻ റിട്രഞ്ച്മെന്റ് ഒക്കെ ആണെങ്കിലും ഇതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് അനുസരിച്ച് ഇവർക്ക് എന്തുണ്ട്, എക്സംഷൻ കിട്ടും. ഈ എക്സംഷൻ ലിമിറ്റ് എത്രയാണ് അല്ലെങ്കിൽ എക്സംഷൻ പാർട്ട് എത്രയാണ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ മിസ്റ്റർ എക്സ് ഗെറ്റിംഗ് സാലറി ₹3,600 പെർ മന്ത്. അതായത് എക്സ് എന്ന വ്യക്തിക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് എത്രയാണ്, 3600 രൂപയാണ്. ഒരു മാസത്തില് അയാൾക്ക് കിട്ടുന്ന സാലറി 3600 രൂപയാണ് അല്ലെ. അതായത് എന്ന് മുതൽ 1 April 2019 മുതൽ അയാൾക്ക് കിട്ടുന്ന സാലറി 3600 വരെയാണ്. ഓക്കെ, ദെൻ 1 August 2019 അയാളുടെ സാലറി 200 രൂപ കൂടി. ഓക്കെ, അതായത് അയാളുടെ സാലറി, അതായത് 1 August അയാൾക്ക് കിട്ടിയ സാലറി അപ്പൊ എത്രയായിരിക്കും, 3800 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് ആ ഒരു പ്രീവിയസ് ഇയറിലെ ഇയാളുടെ ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ അസസ്മെന്റ് ഇയർ ഇപ്പോ 2020 to 2021 ആണെങ്കിൽ പ്രീവിയസ് ഇയർ എത്രയായിരിക്കും, 2019 to 2020 ആയിരിക്കും അല്ലെ. അതായത് 1 April 2019 മുതൽ 31 March 2021 വരെ ആയിരിക്കും അല്ലെ. അതായത് 1 April 2019 മുതൽ തുടങ്ങി 31 March 2020 അല്ലെ 20 വരെയുള്ള ആ ഒരു 12 മാസത്തെ കാലാവധി ആയിരിക്കും ഇയാളുടെ പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിലെ ബേസിക് സാലറി ആണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കി നോക്കൂ ഇവിടെ. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാം 1 April 2019 അല്ലെ. 1 April 2019 മുതൽ 1 August 2019 വരെ ഇയാൾക്ക് കിട്ടുന്ന സാലറി എത്രയായിരുന്നു, 3600 ആയിരുന്നു അല്ലെ. ഒരു മാസം ഇയാൾക്ക് കിട്ടുന്നത് 3600 ആയിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ എത്ര മന്ത് ഉണ്ട്, കാരണം 1 August മുതൽ ഇയാളുടെ സാലറി കൂടിയിട്ടുണ്ട് അല്ലെ. 1 August മുതൽ ഇയാൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ്, 3800 ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 200 രൂപ സാലറി ഇൻക്രിമെന്റ് ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, 1 August 2019 ആണ് ഇയാളുടെ സാലറി ഇൻക്രിമെന്റ് അല്ലെങ്കിൽ 200 രൂപ കൂടിയ സാലറി ഇയാൾക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളത് അല്ലെ. അതായത് 1 August 2019 ഇയാൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ്, 3800 ആണ്. അതായത് 1 August 2019 മുതൽ ആ ഒരു പ്രീവിയസ് ഇയറിലെ 31 March 2020 വരെ ഇയാൾക്ക് കിട്ടുന്നത് എത്രയാണ്, 3800 ആണ്. അതിനു മുന്നേ അതായത് 1 April to 1 August 1 April 2019 മുതൽ 1 August 2019 വരെ എത്ര മാസം ഉണ്ടായിരിക്കും, അത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലെ. ഈ 4 മാസം അയാൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ്, 3600 ആണ്.
ഓക്കെ, അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3600 ഇൻറ്റു 4, അതായത് എത്ര കിട്ടും? 14,400 കിട്ടും. ഓക്കെ, കാരണം ഇനി എന്താണ്, ഇനി 1 ഓഗസ്റ്റ് മുതൽ 31 മാർച്ച് 2020 വരെ ഇയാൾക്ക് കിട്ടുന്ന സാലറി 3800 ആണ് അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിയുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മന്ത് ആണ്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? 1 ഏപ്രിൽ 2019 മുതൽ 31 മാർച്ച് 2020 വരെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 1 ഏപ്രിൽ 2019 മുതൽ 1 ഓഗസ്റ്റ് 2019 വരെ ഈ വ്യക്തിക്ക് കിട്ടുന്ന സാലറി 3600 രൂപയായിരുന്നു. സോ എങ്ങനെയായിരിക്കും? 3600 ഇൻറ്റു 4 ചെയ്തിട്ടുണ്ടെങ്കിൽ 14,400 കിട്ടും. ദെൻ അടുത്തത് നോക്കൂ, ഓഗസ്റ്റ് 2019 മുതൽ മാർച്ച് 2020 അല്ലേ? മാർച്ച് 2020 വരെ എത്ര മാസം ഉണ്ട് അവിടെ? ഓഗസ്റ്റ് 2019 മുതൽ മാർച്ച് 2020 വരെ എത്ര മന്ത് ഉണ്ട്? 8 മന്ത് ഉണ്ട് അല്ലേ? ആ 8 മാസങ്ങളിലായിട്ട് ഇയാൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ്? 3800 ആണ്. സോ എങ്ങനെയായിരിക്കും? 3800 ഇൻറ്റു 8 എത്ര കിട്ടും? 30,400 രൂപ കിട്ടും അല്ലേ? അപ്പൊ ഇത് മൊത്തം എന്താണ്? ഇത് മൊത്തം കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ഇതല്ലേ? അതായത് ആദ്യത്തെ 1 ഏപ്രിൽ ടു എന്താണ് ഓഗസ്റ്റ് 1 മുതൽ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള സാലറി അല്ലേ? അതായത് 1 ഏപ്രിൽ മുതൽ ജൂലൈ 31 ജൂലൈ വരെ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള സാലറി 3600 ഇൻറ്റു 4 എത്ര കിട്ടും? 14,400 പ്ലസ് പിന്നെ ആ പ്രീവിയസ് ഇയറിലെ ഓഗസ്റ്റ് 2019 മുതൽ മാർച്ച് 2020 വരെ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള സാലറി എത്രയാണ്? 30,400 അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44,800 കിട്ടും. ഇതാണ് എക്സിന്റെ ബേസിക് സാലറി. ആ ഒരു ഇയറിലെ ടോട്ടൽ ബേസിക് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 44,800 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചും ഇതുപോലെ ബേസിക് സാലറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം.